ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 3 കിലോളം തൂക്കം വരുന്ന ഒരു മീൻ കറി വെച്ചാലോ? വളോടുന്നാണ് കേട്ടോ. ഈ മീനിൻ്റെ പേര്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. നല്ല മുറിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ കേട്ടോ. പിന്നെ ഫ്രഷും ആണ്, അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എല്ലാ വീട്ടിലും ഫ്രഷ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഫ്രഷിന് പിന്നെ ഫ്രഷ് എന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത്രയ്ക്കും ഫ്രഷാണ്. നമ്മൾ കടയിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്ന് കറി വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുകയോ ഐസ് കയറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഏട്ടനും ഭർത്താവും ഹസ്ബൻഡും കൂടി, അളിയനും കൂടി മുറിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഷോർട്ടും ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണ്ടത് അത് പോയി കാണണേ. അത് നല്ലോണം അവരവിടെ മുറിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തേങ്ങ അരച്ചിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. ഇപ്പോൾ തേങ്ങ അരക്കുന്ന വെച്ചാൽ ഇത് ഗ്രൈൻഡറിൽ തേങ്ങ അരച്ച് വെക്കുകയാണ്. ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് അരച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളധികം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഒരാഴ്ചയോളം മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ എല്ലാ കറികളും തേങ്ങ അരച്ചിട്ടാണ് വെക്കുക. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ദിവസം എടുത്ത് ഇങ്ങനെ അരക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ അരച്ച് വെക്കൽ കേട്ടോ. അപ്പോൾ അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി പ്രത്യേകം വേണമെങ്കിൽ ഒരു നുള്ളിടാം. പക്ഷെ നമ്മൾ തേങ്ങയിൽ ചേർത്ത് അരച്ചത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മുളക് പൊടി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തത്. പിന്നെ കുറച്ച് വാളൻപുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ചില ആൾക്കാർ അയ്യേ കൈ കൊണ്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ഉള്ള കമൻറ്റിനൊന്നും ഇവിടെ വാലിഡ് അല്ല. അങ്ങനെയുള്ള കമൻറ്റ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം കൈയൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അതിനിപ്പം അത് കണ്ടിട്ട് ഇനിയിപ്പോൾ ആർക്കും ഓക്കാനം വരേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ ആവശ്യമില്ല മുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കൈകൊണ്ട് തന്നെ കുഴക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചില ആൾക്കാർ സ്പൂണൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, കൈകൊണ്ട് തന്നെയായിട്ട് ചെയ്യുക. കാരണം നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നതാണ്. അമ്മമാരുണ്ടാക്കുന്ന കറി ഇപ്പോൾ എങ്ങനെയായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൈയൊക്കെ നല്ല വാഷ് ചെയ്ത് തന്നെയാണ് വരിക. അപ്പോൾ അത് നമ്മൾ നല്ലോണം ഒന്ന് ഈ സാധനങ്ങളൊക്കെ കൂടി കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി, എന്താ പറയുക, പ്രസ് ചെയ്തെല്ലാം നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സാക്കുക. എന്തിനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ തക്കാളി നല്ലോണം ഉടഞ്ഞ് വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ നല്ലൊരു തിക്നെസ് ഉണ്ടാവുമല്ലോ കറിക്ക്. അപ്പം നമ്മുടെ കറിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലോണം വെള്ളമൊഴിച്ച് കറിയുടെയും മീനിൻ്റെയും പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള കറി നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ അതിനകത്ത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ചേർക്കാം. പിന്നെ നമ്മളിതാ ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കറിയുടെ കട്ടി അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കറി കട്ടിയാകുമ്പോൾ കയ്യിലിങ്ങനെ കട്ടി അറിയും. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് നമുക്കത് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിവിടെ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുപ്പിലുണ്ടാക്കിയെടുക്കാൻ മൂടി വെച്ചിട്ട് വേവിക്കാൻ. നല്ലോണം തിള വരുന്നുണ്ട്. തിള വരുന്ന സമയത്ത് നമ്മൾ 3 കിലോളം മീനുകളൊക്കെ 50 ഏകദേശം ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ വേറെ വീട്ടിൽ ഞാൻ പറയണ്ട. അപ്പം നമ്മളിതാ കറി തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നല്ലോണം ഇട്ട് ഒന്ന് നല്ലോണം ചുറ്റിച്ചതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി വേവാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ തേങ്ങാപ്പാൽ അരച്ച് മുളക് ഇട്ടൊക്കെ ആയിരിക്കല്ലേ കറി വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കറി വെക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് അറിയിക്കാൻ മറക്കരുതേ. ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കണമെന്നൊന്നുമില്ല. കുറച്ച് മിക്സിയിൽ അരച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാലും മതി. കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മീനൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇത് വേവ് കുറവ് മീനാണ്. വലിയ മീനാണല്ലോ. അപ്പോൾ വേവ് കുറവാണ്. അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം, നമ്മൾ അടുത്ത് നിന്ന് വേണം ഒന്ന് പെട്ടെന്നാക്കി എടുക്കാൻ വേണ്ടി. ഒരുവിധം തിളച്ചെന്ന് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, മീൻ വെന്തെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കറി റെഡിയായി. ഇപ്പോൾ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിനു കൂടെയും കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.